ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ടു ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് സ്നേഹത്തോടുകൂടി സൗഹൃദം പുതുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ചു കാലം കൊണ്ട് കാണാതിരുന്നിട്ട് വീണ്ടും ആ ഒരു സൗഹൃദം പുതുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം ഒരുപാട് ഒന്നിച്ചു ചേർന്നിട്ട് ഭക്ഷണം കഴിക്കുകയും ഒക്കെ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന എനർജി. അപ്പൊ അതിലൂടെ സന്തോഷം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നിച്ചു ചേർന്ന് ഇരിക്കുമ്പോഴുള്ള സന്തോഷം, രണ്ട് ആത്മമിത്രങ്ങളുടേതായ കൂടിച്ചേരലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരെങ്കിലും തമ്മിൽ പിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കൂടിച്ചേരാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെ നിങ്ങളുടെ ചുറ്റിലും പ്രശ്നങ്ങളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചേർന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ കുറെ കാലം കൊണ്ട് അകന്നിരിക്കുക, അല്ലെങ്കിൽ കുറച്ചു കാലം കൊണ്ട് വഴക്കിട്ട് പിണങ്ങിയിരിക്കുക, അങ്ങനെയൊക്കെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് കൂടി ചേർന്ന് മുന്നോട്ട് പോകാൻ, പരസ്പരം കെയർ ചെയ്ത് പോകാൻ, സപ്പോർട്ട് ചെയ്ത് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇതിവിടെ ജീവിതത്തിലല്ല എങ്കിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല എങ്കിലും, ബിസിനസ് സംബന്ധപരമായ കാര്യത്തിലായാലും ഒരു പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഫോർ ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇപ്പം ഇവിടെ റെസ്റ്റ് എടുക്കുന്ന എനർജി ഉണ്ട് ഇവിടെ. കാരണം അമിതമായിട്ട് ജോലി ചെയ്യുക, അതുമല്ല എങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഇവിടെ റെസ്റ്റ് എടുക്കുന്നു എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോലി ചെയ്ത് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ തോന്നിയാൽ ഇന്നിവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ റെസ്റ്റ് എടുക്കാതെയുള്ള ഒരു ജീവിതം അത്രയ്ക്ക് ആവശ്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിരന്തരം ജോലി ചെയ്യുക, അതും അതിൻ്റെതായ ആവശ്യമില്ല. നല്ലതുപോലെ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, റെസ്റ്റ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി. വാൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ പാഷന് ഉജ്ജ്വലിപ്പിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ളിലുള്ള ഒരു ആവേശം ഉണ്ടല്ലോ, അതിനെ ജ്വലിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ എന്തോ ഒന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം, എന്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ്. അത് നിങ്ങളുടെ ആവേശത്തെ ജ്വലിപ്പിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് എന്തായാലും ശരി, നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ട് എന്നുകൂടി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ആഗ്രഹങ്ങളെ ഇന്ന് ഇവിടെ തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതും അതുവഴി നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ഉണ്ട് എന്നുമാണ് കാണുന്നത്. ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. എയ്റ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിവിടെ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. ഒരുപാട്
കഷ്ടതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ ആ കഷ്ടതയിലൊന്ന് അല്പം പോലും റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഈ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ അത്യാവശ്യമാണ്, എന്നിരുന്നാൽ കൂടെ പറ്റുന്നില്ല. കാരണം മറ്റുള്ളവരുടെ ഇവിടെ കണ്ടില്ലേ, ചുറ്റിനും സോഡാണ്, 8 ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചുറ്റിനുമുള്ള സമ്മർദ്ദം കൊണ്ട് ഇവിടെ റെസ്റ്റ് എടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ എങ്ങനെയാണ്, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള ചിന്തകളിലൂടെ വല്ലാതെ മനപ്രയാസപ്പെട്ടിരിക്കുന്നു, വല്ലാതെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിന്നും ഈ ഒരു സമ്മർദ്ദത്തിൽ നിന്നും, ജോലി ഭാരമാണ് ഇത്, എവിടെയായാലും ഓഫീസിലായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും എവിടെയായാലും നിങ്ങൾക്ക് അമിതമായ ജോലി ഭാരമാണ് ഇവിടെ. അത് നിമിത്തം നിങ്ങൾ ഒരുപാട് സമ്മർദ്ദം അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യപ്പെടുകയാണിത്, സ്വന്തം ഇഷ്ടത്തിലല്ല ഇവിടെ ജോലി ചെയ്യുന്നത്. മനസ്സിലായി? സ്വന്തം ഇഷ്ടത്തിൽ ചെയ്യുകയാണെങ്കിൽ അത്രമാത്രം വിഷമിക്കേണ്ടതായ അവസ്ഥ വരുന്നില്ല. ഇത് മറ്റുള്ളവർ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, അടിച്ചേൽപ്പിക്കുന്ന ജോലി ഇവിടെ ചെയ്തേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വയം സ്വാതന്ത്ര്യമില്ലായ്മ വരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സോൾ അതോടുകൂടി ഒരുപാട് ഡൗൺ ആയി പോവുകയാണ്, എനർജി ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഹാപ്പിനെസ് വരുന്നില്ല. സോളിന് എപ്പോഴും ആവശ്യം ഹാപ്പിനെസ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ സോളിനോട് കാണിക്കുന്നത് വല്ലാത്ത ഒരു ദുരന്തം, അല്ലെങ്കിൽ വല്ലാത്ത ഒരു വിഷമം ആണ് എന്നാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് കാണുന്നത്. ഇവിടെ സോളിനോട് ഒരു അനീതി കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല ഒന്നും ചെയ്യുന്നത്. സ്വന്തം ഇഷ്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് വരേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമ്മൾ സംതൃപ്തി അനുഭവിക്കുന്നത്, അല്ലെ? മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് സന്തോഷം ലഭിക്കും. ഇവിടെ നമുക്ക് സന്തോഷം ലഭിക്കുന്നില്ല. അപ്പൊ നമുക്ക് സന്തോഷത്തിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ സോളിനെ നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. സോള് അത്രമാത്രം ദുർബലമായ ഒരവസ്ഥയിലിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് തന്നെ സ്വയം ഒരു ഉന്മേഷം ലഭിക്കാത്ത അവസ്ഥ, നിങ്ങൾക്കിവിടെ ഉന്മേഷം ലഭിക്കാത്ത അവസ്ഥയാണ് കാണുന്നത്. കാരണം മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ബുദ്ധിപൂർവ്വം നിങ്ങളത് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ കുറച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ വഴിയിലേക്ക് വരിക. അവിടെ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുകയാണ് വേണ്ടത്. അപ്പോഴാണ് നിങ്ങളുടെ സോൾ ഒന്ന് ഫ്രീ ആവുന്നത്. നിങ്ങൾക്കും ഫ്രീ ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വേണം ചെയ്യാൻ. ഇഷ്ടമില്ലാത്തടത്ത് കടിച്ചു തൂങ്ങിക്കിടന്ന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടി ഒന്നും കഷ്ടപ്പെട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇതിനോടൊപ്പം വന്നിരുന്ന സ്ട്രെങ്ത് ആണ്. കണ്ടില്ലേ, ഇവിടെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ ഒരു സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് നേടിയെടുക്കുന്നതോടുകൂടി സ്വയം ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് പ്രതിസന്ധികളെയും വെല്ലുവിളിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ മറികടക്കാനുള്ള ഒരു എനർജി ലഭിച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് വരുന്നത് തീർച്ചയായിട്ടും മറ്റ് പല കാര്യങ്ങളിലൂടെ ഒരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മാനസികമായിട്ട് നമ്മുടെ മൈൻഡിനെ പവർഫുൾ ആക്കി വെക്കുക. ഒരുപാട് കാര്യങ്ങളിലൂടെ സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് പെരുമാറാനും ക്ഷമയോടുകൂടി പെരുമാറാനും പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ മാത്രമാണ് മാനസികമായിട്ട് സ്ട്രെങ്ത് നേടിയെടുക്കാൻ കഴിയുന്നത്. മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും എല്ലാം ഒഴിഞ്ഞു മാറി സ്വന്തം കാര്യങ്ങളിലൂടെ വന്നിട്ട് ഇവിടെ എങ്ങനെ എനിക്കൊരു പ്രോഗ്രസ് കൊണ്ടുവരാം, എൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു പ്രോഗ്രസ് കൊണ്ടുവരാം എന്ന് കൂടുതൽ ചിന്തിക്കും തോറും മാത്രമാണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഫ്രീ ആവാൻ കഴിയുന്നത്. മനസ്സിലായോ? ഇവിടെ അങ്ങനെ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അല്ലായെങ്കിൽ നിങ്ങൾ ഇവിടെ പവർഫുൾ ആയിട്ട് കുറച്ചുകൂടി മുന്നോട്ട് വരൂ എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നല്ലൊരു പ്രോഗ്രസ് ലഭിക്കും എന്നാണ് ഇവിടെ കാണുന്നത്. വന്നിരിക്കുന്നത് 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് വളരെ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ ലഭിക്കുന്നതാണെന്നാണ് കാണുന്നത്. മറ്റുള്ളവരോടുള്ള നന്ദി
പറയല്. അപ്പൊ ഏതൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാലും അപ്പോഴവിടെ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും. 9 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ആവാം, ഇനി അതുമല്ലെങ്കിൽ ജോലി കിട്ടുന്ന എനർജിയോ മറ്റു പല കാര്യങ്ങളിലേക്ക് മുന്നിട്ട് പോകാൻ സാധിക്കുന്നു, മുന്നോട്ട് പോകാൻ സാധിക്കുകയാണ്, മുന്നിട്ട് നിൽക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അത്രമാത്രം സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ സഫലത, സന്തോഷത്തിൻ്റെതായ സഫലതയാണ്. മനസ്സിലായോ? അപ്പൊ ഇതുവരെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ, നടക്കാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നു കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടാനാവാം, ഇനി അതുമല്ല എങ്കിൽ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാനും ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കോസി വെച്ചാണ്, കാരണം ഇവിടെ ഫൂൾ കാർഡാണ്, ഫൂളിന്റെ എനർജിയാണ്, ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരു ചാൻസ് ലഭിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ പ്രഭാതവും വരുമ്പോൾ എന്താണ്, ഓരോ പുതിയ തുടക്കത്തിൻ്റെതായിട്ട് കരുതുകയാണ് വേണ്ടത്. നമ്മളിപ്പോൾ എന്നും വിചാരിക്കണം, ഓരോ ദിവസവും രാവിലെ വിചാരിക്കേണ്ട എന്താണ്, ഇന്നാണ് എനിക്കൊരു പുതിയ തുടക്കം, ഇന്ന് ഞാൻ പല കാര്യങ്ങളും തുടങ്ങി വെക്കും, വളരെയധികം സന്തോഷത്തോടുകൂടി ഇന്നത്തെ ദിവസം എനിക്ക് മുന്നോട്ട് പോകണം. അനാവശ്യമായ ദേഷ്യം, പക ഇതൊന്നുമില്ല, മറ്റുള്ളവരോടുള്ള യാതൊരു വിദ്വേഷവുമില്ല, ശത്രുതയില്ല, ആരോടും അനാവശ്യമായിട്ട് ബഹളം വയ്ക്കാൻ പോകുന്നില്ല, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മൗനം പാലിക്കും. ഇതൊക്കെ രാവിലെ തന്നെ പറഞ്ഞു മുന്നോട്ട് പോവുക, പല കാര്യങ്ങളിലും ഇടപെടുക, പലയിടത്തും സന്തോഷകരമായിട്ട് പങ്കുചേരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കത്തിലേക്ക് നീങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക, എനിക്ക് ഇന്നത്തെ ദിവസം നല്ലതാണ്, ഇന്ന് ഞാൻ പുതിയൊരു തുടക്കം തുടങ്ങി വെച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഫ്രഷായിട്ടിരിക്കാൻ പറ്റും, ഫ്രഷായിട്ടൊരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരാനും സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ഓരോ ദിവസവും പ്രതിജ്ഞ എടുക്കണം രാവിലെ, മനസ്സിലായി? രാവിലെ യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കുക, എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങൾക്ക് വലിയ വിഷമമില്ലാതെ വരാൻ സാധിക്കും. ഇവിടെ 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇവിടെ 2-3 പേർ കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ കണ്ടില്ലേ, കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിലൂടെ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ടീം വർക്ക് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇതിൽ അത്യധികം ആനന്ദം അനുഭവിക്കുന്നു, 3 പേർ കൂടി ചേർന്നുള്ളതല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്ന പ്രവർത്തികളിലും ആ ഒരു സന്തോഷത്തിൻ്റെതായ എനർജി നിലനിൽക്കും. അങ്ങനെ വരുമ്പോൾ ഇത് കൂടുതൽ ദിവസങ്ങളിലേക്ക് പോകാനും അല്ലെങ്കിൽ കൂടുതൽ വരുമാന മാർഗങ്ങളെ കൊണ്ടുവരാനും ഇവിടെ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ സന്തോഷത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സന്തോഷത്തിൻ്റെതായ എനർജി, ഹാപ്പിനെസ്സിൻ്റെതായ എനർജിയാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തോ ആഗ്രഹിക്കുന്നുണ്ട്, എന്തിനെയോ ഇവിടെ ശ്രമിക്കുന്നുണ്ട്, ഏത് ജോലി ചെയ്തു കഴിഞ്ഞാലും മനസ്സിലുള്ള കാര്യത്തിലേക്കാണ്. അപ്പോൾ ഏതോ വ്യക്തികളെ കുറിച്ച് ഇവിടെ ചിന്തിക്കുകയാണ്, അത് മാത്രമാണ് ഇവിടെ ചിന്തിക്കുന്നത് എന്ന് കാണുന്നു. എന്തോ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്, അതിലേക്ക് മാത്രം ചിന്തിക്കുന്നു, മറ്റെന്തൊക്കെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ പോലും കാണുന്നില്ല. കപ്പിലേക്ക് ഇവിടെ ചായ ഒഴിക്കുകയാണ്, ചായയിലേക്ക് എങ്ങോട്ടല്ല ശ്രദ്ധ, പക്ഷെ മറ്റു പലതും ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഏതോ വ്യക്തി വന്നു ചേരാനായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് ചിന്തിക്കുന്നതാവാം, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഏതോ ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ ചിന്തിക്കുന്നു. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പൊ ഇവിടെ ഏതോ വ്യക്തി വന്നു ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ല എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വ്യക്തിയാവാം, ചിലപ്പോൾ ചില സാഹചര്യങ്ങളാവാം, എന്തായാലും അതിനായിട്ട് ഇവിടെ
പ്രയത്നിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ആ ഒരേ ഒരു ചിന്തയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് വാൺസിന്റെ എനർജിയാണ് നിങ്ങൾക്കിവിടെ ഈ ഒരു സമയത്ത് ഒന്ന് ഷൈൻ ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഒന്ന് ഷൈൻ ചെയ്യുക എന്ന് പറയുമ്പോഴെന്താണ്, മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് ആളാവാനുള്ള സമയമായിരിക്കുന്നു. മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്കൊരു ലീഡർ ആവാനുള്ള അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ലഭിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നു, വലിയൊരു ജേതാവിന്റെ ഭാവത്തിൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്ന എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം പലരും നിങ്ങളെ അത്തരത്തിലുള്ള ഒരു എനർജിയിലൂടെയാണ് നോക്കിക്കാണുന്നത് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ടാവുന്നു. നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത്, നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിലായാലും, അല്ല എങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലായാലും ശരി, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു ദൃഷ്ടി ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു അധികാര ഭാവത്തിലുള്ള ഒരു ദൃഷ്ടി മറ്റുള്ളവർ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്തരത്തിലൊരു സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. വാൺസ് അല്ലേ, വാൺസ് ഫയർ സൈൻ ആണ്. ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജി ആണ്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടാനുള്ള എനർജിയാണ്. ഇത് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സന്തോഷത്തിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങൾ ഒക്കെയും സാമ്പത്തികം വന്നു ചേർന്നിട്ട് മറികടക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് എന്തെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലൂടെയും വഴികളിലൂടെയും നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരും എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഹാർമണിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടിച്ചേരാനുള്ള വ്യഗ്രതയാണ്. ഇവിടെ 10 ആണ് നമ്പർ വന്നിരിക്കുന്നത്, 1. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുന്നു, നിങ്ങളുടെ തേർഡ് ഐ ചക്ര ആക്റ്റീവ് ആകുന്നു. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുകയും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണർ വന്നു ചേരുകയും ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കൂടിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്, ഐക്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അതായത് കുടുംബസഹിതം നിങ്ങൾക്ക് ഇന്ന് മുന്നോട്ട് പോയി സന്തോഷത്തിൽ ഇരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സന്തോഷം അനുഭവിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ സ്നേഹം നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളെ സ്നേഹിക്കുന്ന എനർജി ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പലരെയും സ്നേഹിക്കാനും സാധിക്കുമെന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോടൊപ്പം ചേരുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് ഒന്ന് വഴക്കിട്ട് പിരിഞ്ഞിരുന്ന ഏതെങ്കിലും വ്യക്തികൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളോട് ചേരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് അവബോധമുണ്ടാകുന്നു, ഒരു തിരിച്ചറിവ് ലഭിക്കുന്ന ഒരു സമയമാണ് ഇന്ന് കാണുന്നുണ്ട്. ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. എന്തോ കാര്യം ചെയ്തതിൽ നിങ്ങൾ ഒരു കുറ്റബോധം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോട് നിങ്ങൾ എന്തെങ്കിലും കള്ളം കാണിച്ചിട്ടുണ്ടാവാം, കള്ളം പറഞ്ഞിട്ടുണ്ടാവാം. സാമ്പത്തികപരമായ കാര്യങ്ങളിലൂടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിൽ കള്ളം പറഞ്ഞിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ടാവാം. കുറ്റബോധം കൊണ്ട് നിങ്ങളുടെ മനസ്സ് നീറുന്ന ഒരു സമയമായിരിക്കും. ആരുടെയെങ്കിലും ഒക്കെ, എല്ലാവരുടെയും ഇത് വീഡിയോ കാണുന്ന എല്ലാവരുടെയും മനസ്സിൽ ഈ ഒരു എനർജി അല്ല വരുന്നത്, മനസ്സിലായത്. ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കിത് റെസണേറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞോ, അമ്മയോട് എന്തെങ്കിലും മറുത്തു പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെയെങ്കിലും ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവാം വീട്ടിൽ. അത്തരം ചില പ്രവർത്തികൾ ഉണ്ടെങ്കിൽ, വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് ആരെയെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ അതിനനുസരിച്ച് കുറ്റബോധമുണ്ടാകുന്നു, മനസ്സ് വല്ലാതെ നീറിപ്പുകയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുറ്റബോധം തന്നെ ഏറ്റവും നല്ല വ്യക്തികൾക്ക് ഉണ്ടാവുന്നതാണ് കുറ്റബോധം. കാരണം കുറ്റം ചെയ്തത് തിരിച്ചറിയാൻ കഴിയുന്നത് തന്നെ മനുഷ്യത്വമുള്ളവർക്ക് മാത്രമേ പറ്റൂ, മനസ്സിലായ. അല്ലാതെ വെറുതെ പലരും ഇങ്ങനെയാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കും, ചോദിച്ചു കഴിഞ്ഞാൽ ഏൽക്കത്തുമില്ല. നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനൊന്ന് പറഞ്ഞ് ഒന്നിനെ ജയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും പിന്നെ, അല്ലേ? അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള എനർജി നല്ല വ്യക്തികൾക്ക് മാത്രമേ ഉണ്ടാവൂ. എന്താണ് കുറ്റബോധം എന്ന് പറയുന്നത്?
മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറ്റബോധം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്രിയേറ്റർ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. മറ്റുള്ള സൈക്കിൾ ചക്രയുടെ ആക്ടിവേഷൻ ആണ്, അതായത് ക്രിയേറ്റീവ് പവർ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും കാര്യത്തിൽ ക്രിയേറ്റീവ് എനർജി വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചില എഴുത്തുകാർക്ക്, അല്ലെങ്കിൽ പടം വരയ്ക്കുന്നവർക്കാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിസ്റ്റുകൾക്ക്, എന്തെങ്കിലും ജോലി ചെയ്യുന്ന പാട്ട്, ഡാൻസ്, അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക്, കലാപരമായ ഏത് കാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളെ മറ്റുള്ളവർ അവരുടെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കൂടി ആ ഒരു എനർജി ലഭിക്കുന്നു. നിങ്ങളെ മറ്റുള്ളവർ അത്തരത്തിലുള്ള ആദരവോടുകൂടി കാണുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എനർജി, സ്വയം സൃഷ്ടികളെ വികസിപ്പിച്ചെടുത്ത് അത് ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുക, അങ്ങനെ അതിലൂടെ സംതൃപ്തി അടയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് റീബർത്ത് ആണ്. റീബർത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. നമ്പർ 1 ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ഉണ്ടായിരിക്കണം. ഇവിടെ നിന്നൊക്കെ ഇതിനെ ഒന്ന് മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ചില സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അഥവാ അതിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരു ഡെത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റീബർത്താണ് സംഭവിക്കാൻ പോകുന്നത്. ജീവിതത്തിന്റെ ഒരു തുടക്കം നിങ്ങൾക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് രൂപമാറ്റം ഉണ്ടായി മുന്നോട്ട് വരാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയായി നിങ്ങൾക്ക് പരിണമിക്കാൻ സാധിക്കുന്നു. മനസ്സിലായി? നല്ല ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി പുതിയ ചില സന്തോഷങ്ങളിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടുണ്ടോ? അങ്ങനെ അങ്ങ് ഇരിക്കാൻ പാടില്ല. നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് അതിൽ നിന്നും ഒരു വ്യതിയാനം വരുത്തിക്കൊണ്ട് പുതിയൊരു രൂപഭാവത്തോടുകൂടി, രൂപമാറ്റത്തോടുകൂടി മുന്നോട്ട് വരികയാണ് വേണ്ടത്. അങ്ങനെ നിങ്ങൾ ശ്രമിക്കുന്നത് നല്ലതാണ്. സ്വതവേ നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.